നമസ്കാരം. ശുഭപ്രതീക്ഷകളോടെ പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് മെയ് മാസം 1 പുതിയ മാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം തുളസിയിലയാകുന്നു. രണ്ടാമത്തേതായ ചിത്രം ആലിലയാണ്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഇഷ്ടദേവതയുടെ നാമമോ ഓം നമോ നാരായണായ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ ചിത്രമായ തുളസിയിലെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഈശ്വരാനുഗ്രഹം പ്രകടമാകുന്ന ഒരു മാസമായി തന്നെ മാറാം. ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. പലതരത്തിലും ദുരിതങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അശ്രദ്ധയാലോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പിന്നീട് ചെയ്യാം എന്ന മനോഭാവത്താലോ അപ്രതീക്ഷിതമായോ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദുരിതങ്ങൾ വന്നു ചേരാം. എന്നാൽ ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നതായ സമയമായതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അത്തരത്തിൽ തരണം ചെയ്ത് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് നീങ്ങിയിരിക്കുന്നതും. അത് ജീവിതത്തിൽ അനുകൂലമായി തീരുന്ന സമയമാണ്. ഈശ്വരാധീനത്താൽ കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല അവസരങ്ങളിലും ആദരവും ബഹുമാനവും മറ്റുള്ളവരിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സാമ്പത്തിക ക്ലേശങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പല ആവശ്യങ്ങൾക്കും ധനം ലഭിക്കാത്തതായ അവസ്ഥ, കയ്യിലുള്ള ധനം ചില ആവശ്യങ്ങൾക്ക് തികയാത്തതായ അവസ്ഥ, ഇത്തരം പ്രശ്നങ്ങളുണ്ട്. എന്നാൽ സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യത, ഒന്നിൽ കൂടുതൽ സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതലാകുന്നു. ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശത്രുതകൾ അനുഭവിക്കേണ്ടതായി വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. പല കാര്യങ്ങളിലും മുക്തി ലഭിക്കുന്നതായ സമയമാണ് ഇത്. പ്രധാനമായും ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിനാൽ ചില ചിന്തകൾ, ചില പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകും. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ നെഗറ്റീവ് ഊർജങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഭാഗ്യത്താൽ പലവിധ കാര്യങ്ങൾ അനുകൂലമാകാം. അത് ധനപരമായ കാര്യങ്ങളാകാം, മറ്റു കാര്യങ്ങളാകാം. ഇത്തരത്തിൽ അനുകൂലമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയമായി തന്നെ പരാമർശിക്കാം. കഠിനാധ്വാനത്താൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. എന്നാൽ കഠിനാധ്വാനത്തെക്കാൾ ഭാഗ്യത്താൽ പല കാര്യങ്ങളും അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. പലവിധ കഷ്ടതകൾ ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവരാണ് എങ്കിലും അത്തരം കഷ്ടതകൾ പിന്നീട് നേട്ടങ്ങളായി മാറുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. അത്തരം ചില കാര്യങ്ങൾ ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചില കാര്യങ്ങൾ എതിരായിരുന്നു എങ്കിൽ പോലും, ആദ്യം പല കാര്യങ്ങളും പ്രതികൂലമായിരുന്നു എങ്കിൽ പോലും പിന്നീട് ആ കാര്യങ്ങൾ നേട്ടത്തിലേക്ക് എത്തിക്കുവാൻ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി കടന്നു വരാനുള്ള സാധ്യതകൾ ഈ സമയം ഒരല്പം കൂടുതലാണ്. എന്നാൽ സംസാരം, നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സംസാരത്താലോ അല്ലെങ്കിൽ അശ്രദ്ധയാൽ ചെയ്യുന്നതായ കാര്യങ്ങളാലോ മറ്റുള്ളവരിൽ നിന്നും ശത്രുത അല്ലെങ്കിൽ ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ മറ്റുള്ളവരെ നിങ്ങൾക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളും വന്നു ചേരും. എന്നാൽ സംസാരം അല്പമൊന്ന് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സഹായിച്ചവർ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവഗണനകൾ അല്ലെങ്കിൽ അവർ മൂലം വിഷമതകൾ വന്നു ചേരാം. അത് വേണ്ടപ്പെട്ടവരിൽ നിന്നാണ് എങ്കിലും അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം.
എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ധനമില്ല എങ്കിലും മറ്റുള്ളവരെ നിങ്ങൾ പലപ്പോഴും സഹായിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇത്തരത്തിൽ പല അവസരങ്ങളിലും മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ചില സഹായങ്ങൾ ലഭിച്ചു എന്ന് വരാം. അപരിചിതരായ വ്യക്തികളിൽ നിന്ന് പോലും സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ കുടുംബജീവിതത്തിൽ കലഹങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങൾ മാറും. പൊതുവിൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം എങ്കിൽ പോലും അത് തരണം ചെയ്യുവാനുള്ള സാധ്യതകളും കൂടുതലാണ്. പല കാര്യങ്ങളിലും വിജയം നേടാം. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമേണ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ വന്നു ചേരും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. വാഹനഭാഗ്യം വന്നു ചേരാം. സാമ്പത്തികമായ സഹായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ മൂലം സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരുക കർമ്മവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളാണ് എങ്കിലും സംഭവിക്കാം. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് മെയ് മാസത്തിൽ ദർശിക്കുവാൻ സാധിക്കുക. അതിനാൽ ശ്രദ്ധയോടെയും വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിലും വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. രണ്ടാമത്തെ ചിത്രമായ ആലിലെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ആരോഗ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയം തന്നെ വന്നു ചേരാം. ആരോഗ്യ കാര്യത്തിൽ അല്പം മെച്ചപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പോസിറ്റീവായ രീതിയിൽ ചിന്തിക്കാൻ പ്രവർത്തിക്കാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. പോസിറ്റീവായ രീതിയിൽ തന്നെ പല കാര്യങ്ങളെയും സമീപിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഭാഗ്യം നിറഞ്ഞതായ പല കാര്യങ്ങളും ജീവിതത്തിൽ കടന്നു വരാം. ഭാഗ്യം പിന്തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പങ്കാളിയുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ അവർ മൂലം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ധനം ആവശ്യമുള്ള സമയമാണ്. എന്നാൽ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലില്ല എന്നതാണ് വാസ്തവം. അതിനാൽ പല കാര്യങ്ങളും മാറ്റി വച്ചിരിക്കുന്നതായ സാഹചര്യമോ പിന്നീട് ചിന്തിക്കാം എന്ന രീതിയിൽ മാറ്റി വച്ചിരിക്കുന്നതായ കാര്യങ്ങളോ ഉണ്ട്. അത്തരം ചില കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. ധനപരമായി പല രീതിയിലും നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ, മറ്റ് സഹായങ്ങൾ അപരിചിതരായ വ്യക്തികളിൽ നിന്ന് പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ സമയം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിലരോട് പിണങ്ങുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് പിണങ്ങുവാനോ സാധ്യത ഒരല്പം കൂടുതലാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ചില കാര്യങ്ങളാൽ നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്തതായ ചില കാര്യങ്ങളാൽ അപമാനം നേരിടുക, അറിയാതെ ചെയ്തു പോകുന്നതായ ചില കാര്യങ്ങളാൽ അപമാനം നേരിടേണ്ടതായ സാഹചര്യം, ഇത്തരം കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. നല്ല മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ. അത് പലപ്പോഴും പലരും തിരിച്ചറിയുന്നില്ല എന്നത് വാസ്തവമാണ്. അത് നിങ്ങൾക്ക് വളരെ വിഷമം നിങ്ങൾ നൽകുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. പെട്ടെന്ന് പല കാര്യങ്ങളിലും ദുഃഖിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അത്തരം ദുഃഖങ്ങൾ ഒഴിവാക്കേണ്ടതായ സമയം തന്നെ വന്ന് ഭവിച്ചിട്ടുള്ളതാകുന്നു. അതിനാൽ ശ്രമിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാമ്പത്തിക ക്ലേശങ്ങളാൽ മാനസികപരമായ ക്ലേശങ്ങൾ, മാനസികപരമായ പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം, ലക്ഷ്മി ദേവി തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ, അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം സാമ്പത്തിക നേട്ടങ്ങൾക്ക് അനുകൂലമാകുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾ ഇരിക്കുന്നിടം പൊന്നു വിളയുന്നതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ മൂലം മറ്റുള്ളവർക്ക് നേട്ടങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. മനസ്സറിഞ്ഞ് പലരെയും സഹായിക്കുക തന്നെ ചെയ്യുന്ന ഒരു സമയമായി തന്നെ മാറാം.
കൂടാതെ ഈ സമയം വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. വാഹന ലാഭം വന്നു ചേരാം, അഥവാ വാഹന ഭാഗ്യം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഈശ്വരാധീനം വർദ്ധിക്കുവാനുള്ള സാധ്യത അല്ലെങ്കിൽ ഈശ്വരാധീനം നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത്തരം ചില കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ സംസാരം തന്നെയാകുന്നു. സംസാരിച്ച് മുഷിയേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അത് ശത്രുത, പിണക്കങ്ങളിലേക്ക് നയിക്കാം. അതിനാൽ സംസാരം അല്പമൊന്ന് ശ്രദ്ധിക്കണം. മനോബലം വർദ്ധിക്കുവാൻ സാധിക്കും. എന്നാൽ ഏകാഗ്രത ചില സമയങ്ങളിൽ നഷ്ടമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇത്തരം കാര്യങ്ങളിൽ കൂടി അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. ധനവിനിയോഗവുമായി ബന്ധപ്പെട്ടും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക.